ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ റിപ്പോർട്ടർ ചാനൽ പ്രവർത്തിക്കുന്നതിൽ ദുരൂഹതയെന്ന് 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ്. മുൻ ഉടമകളുടെ ക്ലിയറൻസ് വെച്ച് മറ്റാർക്കും ചാനൽ നടത്താൻ പറ്റില്ല. അത് ലംഘിച്ചാണ് ചാനലിന്റെ പ്രവർത്തനം. മെസ്സി വരുമെന്ന് പറഞ്ഞ് പണം പിരിച്ചു. ചാനലിന്റെ സാമ്പത്തിക സ്രോതസ്സും വ്യക്തമാക്കണം. റിപ്പോർട്ടറിനെതിരെ ഇഡിയും CBIയും അന്വേഷണം നടത്തണമെന്നും സാബു എം ജേക്കബ് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. തീർച്ചയായിട്ടും എങ്ങനെയാണ് ഈ 2 വർഷം ഇവർക്ക് പ്രവർത്തിക്കാനായിട്ട് ഇങ്ങനൊരു അനുവാദം കിട്ടിയത്, എങ്ങനെ അവർ പ്രവർത്തിച്ചു എന്നുള്ളത് CBIയും എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെൻറ്റും ചേർന്ന് അന്വേഷിക്കേണ്ട ഗുരുതരമായ ഒരു കുറ്റമാണ്. കാരണം മരമുറി കേസ് മുതൽ ഈ ചാനൽ തുടങ്ങുന്നതിന് ആവശ്യമായ തുക, ഇതാരാണ് ഇതിൻ്റെ ഇൻവെസ്റ്റർ, എങ്ങനെ ഈ പണം കിട്ടി? ഇപ്പോൾ അദ്ദേഹം മെസ്സി വരുമെന്ന് പറഞ്ഞ് കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം 72 കോടി രൂപ മുടക്കിയെന്ന് പറയുന്നു. ഈ പണത്തിന്റെ സ്രോതസ് എവിടെ? വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായി മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. മിഥുൻ, സാബു എം ജേക്കബ് പറഞ്ഞു വെച്ചത് തന്നെയാണ് നമ്മളും ആരോപിക്കുന്നത്. ഈ പണം എവിടുന്ന് കിട്ടി? ഇതിന്റെ ഇൻവെസ്റ്റർ ആരാണ്? ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതി ഇല്ലാതെയാണ് റിപ്പോർട്ടർ ചാനൽ പ്രവർത്തിക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്നാണ് ഇപ്പോൾ 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ കൂടി മിഥുൻ. നേരത്തെ റിപ്പോർട്ടർ TVയുടെ ഉടമകളായിട്ടുള്ള MV നികേഷ് കുമാറും റാണി വർഗീസും ഡയറക്ടർമാരായിട്ടുള്ള ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനാണ് നേരത്തെ ദേശീയ സുരക്ഷാ ക്ലിയറൻസ് നൽകിയിരുന്നത്. പിന്നീട് അത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡിന്റെ കീഴിലേക്ക് വരുമ്പോൾ അത്തരത്തിലൊരു കൈമാറ്റം നടത്താൻ സാധ്യമല്ല. മാത്രമല്ല, ഇവർക്ക് രണ്ടാമത് ഉടമകളായിട്ടുള്ള ആൻഡോ അഗസ്റ്റിൻ ഉടമകളായിട്ടുള്ള ഇത്തരത്തിൽ ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് ഇത്തരത്തിൽ ഒരു ക്ലിയറൻസ് ഇതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഇവർക്ക് 2 വർഷത്തോളം ഇവിടെ ചാനൽ പ്രവർത്തിച്ചു എന്നുള്ള ചോദ്യമാണ് സാബു എം ജേക്കബ് ഉന്നയിക്കുന്നത്. ഇവരുടെ ലൈസൻസ് ഇല്ലാത്ത ഒരു തട്ടിക്കൂട്ട് കമ്പനിയാണ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന് സാബു ജേക്കബ് വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഒരു പോലീസ് ക്ലിയറൻസ്, ഒരു പാസ്പോർട്ടിന് വരെ പോലീസ് ക്ലിയറൻസ് ആവശ്യമെന്നിരിക്കെ ഇത്തരത്തിൽ ഇത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ക്ലിയറൻസ് ലഭിക്കാതെ 2 വർഷത്തോളം ഇവർ പ്രവർത്തിച്ചു എന്ന് പറയുന്നത് അത് ദുരൂഹമാണ്. മാത്രമല്ല, ഈ മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട കേസിന്റെ അത് ഒത്തുതീർപ്പാക്കിയതിൻ്റെതുള്ള ഒരു അതിന്റെ ഒരു അതിന്റെ ഒരു ഇതുമായി ബന്ധപ്പെട്ടാണ് ചാനലിന്റെ പ്രവർത്തനം ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ്. അതിന്റെ ഒരു പ്രതിഫലം എന്നുള്ള നിലയ്ക്കാണ് CPMവുമായി ബന്ധപ്പെട്ട ഒരു ധാരണയുണ്ടാക്കുകയും CPM അനുകൂലമായി ആ ചാനൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്ന് സാബു ജേക്കബ് വ്യക്തമാക്കുകയുണ്ടായി. അത്തരത്തിൽ മുട്ടിൽ മരമുറി കേസ് ഒത്തുതീർപ്പാക്കിയതിന്റെ പേരിൽ നടത്തിയ ചില സാമ്പത്തിക ഇടപാടുകൾ ഈ ഇത്തരത്തിൽ ചാനലിന്റെ മറപറ്റി നടന്നിട്ടുണ്ട്. അതിൽ EDയുടെയും അതുപോലെ തന്നെ CBIയുടെയും കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, മെസ്സി കേരളത്തിൽ വരുമെന്ന് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള സംസ്ഥാന സർക്കാർ തന്നെ വലിയ രീതിയിലുള്ള പ്രാധാന്യം നൽകുകയും അതിനൊപ്പം തന്നെ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം അത്തരത്തിൽ റിപ്പോർട്ടർ TVക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും എല്ലാം ചെയ്തിരുന്നു. അതിന് എവിടെ നിന്നായിരുന്നു ഇത്രയും വലിയ പണം നിക്ഷേപിക്കാൻ ഇവർക്ക് സാധിച്ചത്? അതെല്ലാം CPMന്റെയോ അല്ലെങ്കിൽ CPM നേതാക്കളുടെയോ നിയന്ത്രണത്തിലുള്ള പണമായിരുന്നു, അല്ലെങ്കിൽ അവർ അതുമായി ബന്ധപ്പെട്ട ചില തിരിമറികൾ നടത്തിയെന്നുള്ള ആരോപണമാണ് ഇപ്പോൾ സാബു ജേക്കബ് ഉന്നയിക്കുന്നത്. ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നും സാബു ജേക്കബ് വ്യക്തമാക്കിയിരിക്കുന്നു. ഏതായാലും ദേശീയ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാവുന്ന തരത്തിലാണ് റിപ്പോർട്ടർ TVയുടെ പ്രവർത്തനം നടക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു നിമിഷം പോലും ഈ ലൈസൻസ് ഇല്ലാത്ത, വേണ്ട രേഖകളില്ലാതെ പ്രവർത്തിക്കാൻ അനുമതിയില്ലാത്ത റിപ്പോർട്ടർ ചാനൽ ഉടൻ തന്നെ അടച്ചുപൂട്ടണമെന്നാണ് സാബു ജേക്കബ് വ്യക്തമാക്കുന്നത്. നേരത്തെ NDA പ്രവേശനവുമായി ബന്ധപ്പെട്ട് 2020യുടെ NDA പ്രവേശനവുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് EDയുമായി നടന്ന ചില കേസ് ഇടപാടുകളുമായി ബന്ധപ്പെട്ടാണ് 2020 NDAയിലേക്ക് വന്നത് എന്നതടക്കമുള്ള ചില വാർത്തകൾ റിപ്പോർട്ടർ TV പുറത്തുവിട്ടിരുന്നു. അത് അടിസ്ഥാനരഹിതമാണ്. അത്തരത്തിലുള്ള വ്യാജ റിപ്പോർട്ടുകൾ, വ്യാജ വാർത്തകൾ അത്തരത്തിൽ റിപ്പോർട്ട് നിരന്തരം നൽകി പലരെയും ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നത് CPMന് വേണ്ടിയുള്ള പ്രവർത്തനം എന്നാണ് സാബു ജേക്കബ് ഇപ്പോൾ ആക്ഷേപിക്കുന്നത്. അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ സാബു ജേക്കബ് ഇപ്പോൾ ഉന്നയിക്കുകയാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില നടപടികൾ, അതായത് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള ചില മാനനഷ്ട കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ചാനലിന്റെ തന്നെ നിലനിൽപ്പും ചാനലിന്റെ തന്നെ പ്രവർത്തനവുമെല്ലാം നിയമവിരുദ്ധമാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് സാബു ജേക്കബ് നടത്തിയത്. അതിനെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ അടുത്തിടെയുണ്ടായ
ഈ ലൈസൻസ് ഇല്ല, ലൈസൻസുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷ, അതായത് സുരക്ഷാ ക്ലിയറൻസ് ഇല്ല എന്നത് സംബന്ധിച്ചുള്ള വിവരം വലിയ രീതിയിൽ പ്രചാരണായുധമാക്കുകയാണ് സാബു എം ജേക്കബ്. ഇത്തരത്തിൽ റിപ്പോർട്ടർ ചാനൽ ഉടൻ അടച്ചുപൂട്ടണമെന്നും അതിന്റെ സുരക്ഷാ ക്ലിയറൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നും സാബു എം ജേക്കബ് വ്യക്തമാക്കുകയാണ്. കടുത്ത വിമർശനമാണ് ഇപ്പോൾ റിപ്പോർട്ടർ ടിവിക്കെതിരെ 2020യും അതുപോലെ തന്നെ കിറ്റക്സ് ഗ്രൂപ്പും അതിന്റെ ഉടമയായിട്ടുള്ള സാബു എം ജേക്കബ് ഉന്നയിച്ചിരിക്കുന്നത്.